ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ചെറിയ തോതിലൊരു വർധനവ് കണ്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവൽ മീറ്റിംഗുകൾ വിളിച്ചു ചേർത്തിരുന്നു. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം വിളിച്ചു ചേർത്തിരുന്നു. മന്ത്രിതല മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പൊതുസ്ഥിതിഗതികൾ അവലോകനം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഒരു സൂക്ഷ്മ നിരീക്ഷണം ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറച്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വകുപ്പ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നമുക്ക് പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സൂക്ഷ്മ നിരീക്ഷണം പൊതുസ്ഥിതി എന്താണെന്നുള്ളത് അതിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ഇതിൽ ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനത്തില്ല. നമ്മളത് എന്താണ്, എങ്ങനെ അത് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും. അത്രേ ഉള്ളൂ. ഇല്ല അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. ഒരു കാര്യമേ ഉള്ളൂ, ഈ പ്രായമുള്ളവർ, രോഗങ്ങളുള്ളവർ ദയവായിട്ട് മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. കാരണം കോമോബിഡിറ്റീസ് ഉള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആകട്ടെ അല്ല പൊതു പരിപാടികളാകട്ടെ, രോഗങ്ങളുള്ളവർ, മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം എന്നുള്ളത് ദയവായിട്ടത് ഓർക്കണമെന്നുള്ളതാണ്. അതുകൂടാതെ ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോകേണ്ടതായി വരും. അല്ലാതെ ഉള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ദയവായിട്ട് ഒഴിവാക്കണം. ആശുപത്രിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആശുപത്രിയിലും പാലിക്കേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാകണം. മാസ്ക് ഉൾപ്പെടെയുള്ളവ ധരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് കോമോബിഡിറ്റീസ് ഉള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം, കൂടാതെ ആശുപത്രി സന്ദർശനങ്ങളും മറ്റും ദയവായിട്ട് ഒഴിവാക്കണം. ഇത് രണ്ടുമാണുള്ളത്. താങ്ക് യു. RT-PCR നമ്മുടെ ലാബുകളൊക്കെ ഉണ്ടല്ലോ, ആ ലാബുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള റിയേജൻസും സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഒരുക്കാനായിട്ട് നമ്മളൊരു ചെറിയ റൈസ് കണ്ടപ്പോൾ തന്നെ, ഒരു കേസുകളിൽ വർധന കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു ക്രമീകരണമുണ്ട്. അല്ലാതെ വ്യാപകമായിട്ടൊരു പരിശോധനാ സംവിധാനമൊന്നും ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതി ഇപ്പോഴില്ല. നമുക്കിപ്പോൾ ഒരു 519 കേസാണ് ഇന്നലെ ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുകൂടി ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ട് കൂടിയിട്ടാണ് 14 ജില്ലകളിലും അതിന് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.